അവർ പറയുന്ന ലോക്കറിലിരിക്കുന്ന ഗോൾഡിന് അവർക്ക് ഉത്തരവാദിത്തം ഇല്ല, എനിക്കാണ് അതിന്റെ ഉത്തരവാദിത്തം. അതുകൊണ്ട് പോയി വീണ്ടും ഞാൻ വന്നു. അപ്പോഴും ബാങ്കിന്റെ മാസ്റ്റർ കീ എടുക്കാതെ എന്റെ കീ ഇട്ട് അതിസാഹസമായിട്ട് ആ ലോക്കർ തുറന്നു. പക്ഷേ അപ്പോഴെന്റെ ഗോൾഡ് ഒന്നുമില്ല, എന്റെ ഗോൾഡ് എല്ലാം ഇതിന് മിസ്സിംഗ് ആയി. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് പേരൂർ സഹകരണ ബാങ്കിലാണ്. സഹകരണ ബാങ്കുകളുടെ അഴിമതിയെ കുറിച്ചുള്ള വാർത്തകൾ അനവധി വന്നു കഴിഞ്ഞു. ഏറ്റവും ഒടുവിലായി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, പേരൂർ സഹകരണ ബാങ്കിൽ നിന്നും 48 പവന്റെ സ്വർണം കാണാതായിരിക്കുന്നു. എന്നോടൊപ്പമുള്ള ധന്യ ആണ് പരാതിക്കാരി. ധന്യ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ ബാങ്കിന്റെ മുന്നിൽ നിരാഹാരം ഇരിക്കുകയാണ്. ധന്യ, ഇപ്പോൾ എന്തെങ്കിലും ഇത്രയും ദിവസമായിട്ട് നടപടിയുണ്ടോ? എന്റെ കേസ് അന്വേഷണം നടക്കുന്നു എന്നാണ് SCP അമൃത മാഡം പറയണത്. ഇന്നും മാഡത്തിനെ പോയി കണ്ടിരുന്നു. അന്വേഷണം നടക്കുന്നു. മാഡത്തിന് വേണ്ടുന്ന പ്രൂഫൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ അതെല്ലാം കൊണ്ടു കൊടുത്തിട്ടുണ്ട്. 4ാമത്തെ ദിവസം ഞാൻ ഇവിടെ ഇരിക്കുവാണ്. എനിക്ക് മുന്നോട്ട് ഞാൻ ഇവിടെ ഇരിക്കും. എനിക്ക് നീതി കിട്ടുന്നവരെ ഞാൻ മുന്നോട്ടിരിക്കും. എനിക്ക് വേറെ നിവർത്തിയില്ല. ഇപ്പൊ ശരിക്കും ബാങ്ക് അടച്ചിട്ട അവസ്ഥയിലാണല്ലോ. അല്ല, ബാങ്ക് വർക്ക് ചെയ്യുന്നുണ്ട്, ബാങ്കിലെ സ്റ്റാഫുകളും എല്ലാം ഉണ്ട്, അവരുടെ പ്രവർത്തനവും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് നീതിയില്ല, എനിക്ക് നീതി കിട്ടുന്നില്ല. എനിക്ക് നീതി കിട്ടണം. അതുവരെ ഞാൻ മുന്നോട്ട് എന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. SCP അമൃത എന്ന് പറഞ്ഞ മാഡമാണ് എന്റെ കേസ് ഇപ്പൊ അന്വേഷിക്കുന്നത്. ഇത്രയും പെട്ടെന്ന് മാഡം കണ്ടുപിടിക്കാം എന്ന് മാഡം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അന്നേ ദിവസം വരെ 48 പവൻ സ്വർണ്ണമാണ് കാണാതെ പോകുന്നത്. എങ്ങനെയായിരുന്നു ഈ ബാങ്കിന്റെ ലോക്കറുമായിട്ട് അല്ലെങ്കിൽ ബാങ്കുമായിട്ട്? ഞാൻ 2013 തൊട്ട് ഇവിടെ ലോക്കർ കൈകാര്യം ചെയ്തു വരുന്ന വ്യക്തിയാണ്. ഞാനിവിടെ ജനിച്ചു വളർന്ന എന്റെ നാടാണിത്. അപ്പൊ ഞാൻ 2024 അവസാനം ഇവിടെ വന്ന് ലോക്കർ ഓപ്പൺ ചെയ്തത്. ഞാൻ അതിനുശേഷം ഏപ്രിൽ മാസം 22-ാം തീയതി ഞാനിവിടെ ബാങ്ക് ലോക്കറിൽ വന്നു. വന്നപ്പോൾ ഇവിടെ ഈ വ്യക്തികളെല്ലാം ഞാൻ കുഞ്ഞിലേ കാണുന്ന വ്യക്തികളാണ്. അപ്പം സജീവൻ എന്ന് പറഞ്ഞ ആ വ്യക്തിയോട് അണ്ണനോട് ഞാൻ ചോദിച്ചു, സജീവണ്ണന്റെ ലോക്കർ റെന്റ് അടയ്ക്കണം, ഇത് ലോക്കർ ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞു. പുള്ളി എന്നോട് എടുക്കുക പറഞ്ഞു. ലോക്കർ കൈകാര്യം ചെയ്യുന്ന വിധു എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പൊ തന്നെ പോയിട്ട് പുള്ളി ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് പോയിരിക്കുകയാണ്. പോയിട്ട് അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു. സജീവൻ മനഃപൂർവ്വം അവർ പറയുന്നതായിരുന്നു. പുള്ളി പറഞ്ഞതിന്റെ പുറത്ത് ഞാൻ പോയി. വീണ്ടും ഞാൻ വന്നു. അപ്പോഴും ബാങ്കിന്റെ മാസ്റ്റർ കീ എടുക്കാതെ എന്റെ കീ ഇട്ട് അതിസാഹസമായിട്ട് ആ ലോക്കർ തുറന്നു. പക്ഷേ അപ്പോഴെന്റെ ഗോൾഡ് ഒന്നുമില്ല, എന്റെ ഗോൾഡ് എല്ലാം ഇതിന് മിസ്സിംഗ് ആയി. അപ്പോഴും ബാങ്ക് പറയണം, നിങ്ങൾ പോലീസ് ഇൻഫോം ചെയ്ത് അവർക്ക് 2 മണിക്കൂർ സാവകാശം കൊടുക്കണം എന്നൊക്കെയാണ്. വരും ദിവസങ്ങളിൽ ഞാൻ ഇവിടെ ബാങ്കിൽ വന്നു, സെക്രട്ടറി പേഴ്സണലായിട്ട് കണ്ടു. അപ്പോഴും സെക്രട്ടറി മാഡം പറയുന്നത് മറ്റേതെങ്കിലും ലോക്കറിൽ, എന്റെ ലോക്കറിൽ ഇരുന്ന സാധനം എങ്ങനെ മറ്റേതെങ്കിലും ലോക്കറിൽ പോകും? വ്യക്തമായ ഒരു മറുപടി ആർക്കും ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. അവർ പറയുന്ന ലോക്കറിലിരിക്കുന്ന ഗോൾഡിന് അവർക്ക് ഉത്തരവാദിത്തം ഇല്ല, എനിക്കാണ് അതിന്റെ ഉത്തരവാദിത്തം. അതുകൊണ്ട് ഞാൻ സഹിച്ചോളാനാണ്, ഞാൻ കേസിന്റെ വഴി പോയി വർഷങ്ങൾ കഴിഞ്ഞിട്ട് നീതി മേടിച്ചോളാൻ അവർ പറയുന്നത്. എനിക്ക് മുന്നോട്ട് വേറെ മാർഗ്ഗമില്ല. എനിക്ക് ജീവിക്കണമെങ്കിൽ എന്റെ ആകെയുള്ള സമ്പാദ്യം മൊത്തം ഈ ഗോൾഡ്, എനിക്കത് കിട്ടിയേ പറ്റും. ഇത് കിട്ടുന്നവരെ ഞാൻ എന്തെങ്കിലും എടുത്തിരുന്നോ ഗോൾഡ്? ഇല്ല, ഞാനൊരു ബ്രദറിന്റെ കല്യാണത്തിന് വന്ന് നമ്മൾ അവിടുന്ന് ഒരു ബ്രേസ്ലെറ്റ് എടുത്തു. അല്ല, നമ്മുടെ കയ്യിൽ നമ്മുടെ അത്യാവശ്യത്തേക്കുള്ള ഗോൾഡുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും എടുക്കേണ്ട ആവശ്യങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ മുന്നോട്ട് നമുക്ക് ആവശ്യങ്ങളുണ്ട്. നമ്മുടെ കുട്ടികളുടെ പഠിത്തം, നമുക്ക് എവിടെയെങ്കിലും ഒരു സെന്റ് ഭൂമി, ഞാൻ താമസിക്കുന്ന കൊട്ടിത്താണ്, എന്റെ ഹസ്ബൻഡിന്റെ കുടുംബമാണ് അവിടെ, ഞങ്ങൾ ഫാമിലി അമ്മ അത്രേ ഉള്ളൂ. നമുക്ക് മുന്നോട്ടുള്ള ഒരു കരുതലിന് വെച്ചിരുന്നതാണ് ഇത്. അതാണ് എല്ലാം നഷ്ടപ്പെട്ടു. ശരിക്കും ഈ കുടുംബം ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിലായിരുന്നു. കാരണം നമുക്കറിയാം, പെൺകുട്ടികളെ പഠിപ്പിക്കാനും അതോടൊപ്പം തന്നെ സ്വന്തമായ ഒരു വീട് പോലും ഇല്ലാതിരുന്ന ഈ ധന്യ അവരുടെ എല്ലാ സമ്പാദ്യവും, അവരുടെ ഒരു ആയുസിന്റെ മുഴുവൻ കഷ്ടപ്പാടാണ് ഈ ബാങ്കിൽ നിക്ഷേപിച്ചത് സ്വർണമായിട്ട്. പക്ഷേ ഇപ്പോൾ 48 പവൻ സ്വർണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏകദേശം 53 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ബാങ്കിൽ സംഭവിച്ചിരുന്ന വലിയ രീതിയിലുള്ള ഒരു ക്രമക്കേടും അഴിമതിയും അന്വേഷിക്കേണ്ടത് പോലീസിന്റെ കൃത്യമായിട്ടുള്ള അന്വേഷണം തന്നെയാണ്. ഈ ബാങ്കിലെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്, പക്ഷേ ധന്യയ്ക്ക് മാത്രം നീതിയില്ല.